ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അണ്ടർടോൺ എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റിയാണ്. ഒരു ഹൊറർ സിനിമയാണ്. 2026 ഇറങ്ങിയത്. ഒരു വർഷം ആയിട്ടില്ല. ഒരു ഇത്തിരി ലോ ബഡ്ജറ്റ് സിനിമ. ഡയറക്ടറിൻ്റെ പേര് ഇയാൻ ടൂസൺ, ഒരു പുതിയ ഡയറക്ടറാണ്. ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഐ തിങ്ക് ലാസ്റ്റ് 5-6 മന്ത്സ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 5 to 6 months ആയിട്ട് ഞാൻ ബുക്ക് മൈ ഷോയിൽ എപ്പോഴും നോക്കും, ഇത് വന്നിട്ടുണ്ടോ, ഇതിൻ്റെ ബുക്കിംഗ് എപ്പോഴാണ്, റിലീസിങ് ഡേറ്റ് എപ്പോഴാണ്. പക്ഷേ ഒന്നും വന്നില്ല. OTT-യിലാണെങ്കിൽ പോലും ഇത് റിലീസായില്ല. താങ്ക്ഫുള്ളി ഞാൻ സംഭവം നമ്മുടെ പഴയ രീതികൾ, അതെനിക്കിതിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല, പണ്ടത്തെ രീതി തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. എന്തായാലും കണ്ടു മെനഞ്ഞാന്ന്. ആൻഡ് ഞാൻ ഇത്രയും ദിവസം എക്സ്പെക്ട് ചെയ്ത ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഫുൾഫിൽ ചെയ്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ജനറലി ഒരു ഹൊറർ ഫാനാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്സിമം ഹൊറർ പടങ്ങൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഞാൻ കാണാറുണ്ട്. അത് കൊറിയൻ ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും. കഴിഞ്ഞ ഒരു 4-5 ഇയേഴ്സ്, മേ ബി ഒരു 6-7 ഇയേഴ്സ് ആയി നമ്മുടെ ഹൊറർ ജോണർ എന്ന് പറയുന്നത് നന്നായിട്ട് ഒരു വേറൊരു ഡിഫറെൻറ്റ് എന്താ ഒരു പുതിയ വേവ് കണക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹൊറർ ജോണറിൽ. ഇവിടുത്തെ പുതിയ ഒരു 2-3 ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് ജോർഡൻ പീല്, ആരി ആസ്റ്റർ. ഹൊറർ ഫാൻസ് ആണെങ്കിൽ ഇവരെയൊക്കെ അറിയായിരിക്കും. ആരി ആസ്റ്റർ ആണ് ഹെറിഡിറ്ററിയും മിഡ്സമ്മറും ഒക്കെ എടുത്തത്. ജോർഡൻ പീലാണ് അസ്, നോ, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ പടം ഇറക്കിയ. പിന്നെ റോബർട്ട് എഗ്ഗേഴ്സ് കഴിഞ്ഞ വർഷം നോസ്ഫെറാറ്റു, കഴിഞ്ഞ വർഷമാണ് തോന്നുന്നത് തിയേറ്ററിൽ പോയി കണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ കേരളത്തിൽ ഇറങ്ങിയാണ് ആ പടം. വിച്ച്, ലൈറ്റ് ഹൗസ്, ഓസ്കാർ നോമിനേറ്റ് ആയ ആ പടങ്ങൾ ഇറങ്ങി. അപ്പം ഇവരുടെയൊക്കെ പടങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ നമ്മുടെ മലയാളത്തിൽ സദാശിവൻ, രാഹുൽ സദാശിവന്റെ സിനിമ, കഴിഞ്ഞ വർഷത്തെ വെപ്പൺസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഹോളിവുഡിൽ ഇറങ്ങിയ. വെപ്പൺ സിനിമയിൽ വില്ലത്തി ആയിട്ട് അഭിനയിച്ച ആ സ്ത്രീക്ക് ആക്ച്വലി ഓസ്കാർ കിട്ടി. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഹൊറർ പടങ്ങളിൽ അഭിനയിച്ച ഒരാൾക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടണം. എനിക്ക് തോന്നുന്നു ആന്റണി ഹോപ്കിൻസിന് പണ്ട് മറ്റേ സൈലൻസ് ഓഫ് ദ ലാമ്പിന് കിട്ടിയിട്ടുണ്ട്. അതൊരു 1-1.5 പടം. ജംസ്കെയർസ് ആയിരുന്നു ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ മെയിൻ. അതായത് ഞാൻ കോഞ്ചറിങ് സീരീസിന് ആദ്യത്തെ 2 പാട്ടിൻ്റെ ഭയങ്കര ഫാനാണ്. കോഞ്ചറിങ് സീരീസ് ഭയങ്കരമായിട്ട് അതിനെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മൂഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഹൊറർ മൂഡാണ്. ഹൊററിൻ്റെ ഓരോ വശങ്ങൾ, ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗോസ്റ്റ്. അതായത് ഗോസ്റ്റ് വരുന്ന മാത്രമല്ല, ഹൊറർ പല രീതിയിലുണ്ട്. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും കാര്യങ്ങൾ. നമ്മൾ ക്യാരക്ടേഴ്സിന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലോജിക്കൽ കാര്യങ്ങളായിരിക്കും, ലോജിക്കൽ ചോയ്സസ്. അതായത് പൊതുവേ ഒരു ഹൊറർ പടം, ഒരു വീട്ടിൽ പോകുന്നു, ആ വീട്ടിൽ പ്രേതം വരുന്നു, അവിടെ തന്നെ നിൽക്കാമെന്ന് ആൾക്കാർ തീരുമാനിക്കുന്നു. ഒരിക്കലും ലോജിക്കല്ല. ആദ്യം അവിടെ നിന്ന് ഇറങ്ങാവുന്ന ആൾ നമ്മൾ എപ്പോൾ ഇറങ്ങി ഓടണം, എപ്പോൾ ഇറങ്ങി ഓടിയെന്ന് വിചാരിച്ചത് പ്രേതത്തിൻ്റെ ഒരു സംഭവം കണ്ടാൽ തന്നെ. അല്ലാതെ അവിടെ നിൽക്കണം, ഇനി അവിടെ നിന്ന് അന്വേഷിക്കണം ഉള്ള അതൊന്നും അല്ല ഇപ്പം വർക്കൗട്ട് ആവുന്നത് അങ്ങനെയല്ല. റിയൽ ലോജിക്കൽ കാര്യങ്ങളാണ്. ഈവൻ കോഞ്ചറിങ് 2 സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേക്ക് പ്രേതത്തിൻ്റെ എന്തോ ഒരു കുറച്ച് പ്രസൻസ് ശ്രദ്ധിച്ചപ്പോൾ ആ പിള്ളേരെല്ലാവരും കൂടെ ഇറങ്ങി ഓടി അപ്പുറത്തെ വീട്ടിലോട്ട് ഓടി. ഞാൻ കൈ അടിച്ചെണീച്ച് ലിറ്ററലി ആ സമയത്ത്. കാരണം അതാണ് സാധാരണ ആൾക്കാർ ചെയ്യുന്നത്, ഇറങ്ങി ഓടുക എന്നുള്ളത്. നമ്മൾ തിരിച്ച് ഈ പടത്തിലോട്ട് വരാം. അതായത് അണ്ടർടോൺ എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഹൈപ്പായി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് കണ്ട സിനിമയാണ്. അതിൻ്റെ പ്രിമൈസസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു ലേഡിയുണ്ട്. ആ ലേഡി പോഡ്കാസ്റ്റ് ചെയ്യുന്ന ലേഡിയാണ്. ഹൊറർ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റേഡിയോയിലെ പ്രോഗ്രാംസ് കണക്ക് ഹൊററിനെ പറ്റി സംസാരിക്കുക, കഥകളെ പറ്റി സംസാരിക്കുക. ആ പെണ്ണും വേറൊരു പയ്യനും കൂടെയാണ് നടത്തുന്നത്. ആ പയ്യൻ വേറെ ഏതോ സ്ഥലത്താണ്. ആ പയ്യനെ സിനിമയിൽ കാണിക്കുന്നതില്ല ഫുൾ ടൈം. ഈ പെണ്ണ് വേറെ ഏതോ സ്ഥലത്ത് നിന്ന് ഫോൺ വഴിയോ റെക്കോർഡിങ് ചെയ്യുകയാണ്. ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്കൊരു 10 ക്ലിപ്പുകൾ കിട്ടും. എവിടെ നിന്ന് അനോണിമസ് ആയിട്ട് ആരോ അയച്ചു കൊടുക്കുന്നതാണ്. ഈ 10 ക്ലിക്ക് എന്ന് പറയുമ്പം അത് ആ 10 ക്ലിപ്പ് ഇവർ ഒരു 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർക്കൊരു ഐഡിയ കിട്ടും. അതായത് ഇവരുടെ പോഡ്കാസ്റ്റിൽ ഇതിങ്ങനെ അവർക്കത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഈ പെണ്ണ് ആക്ച്വലി ലോജിക്കൽ തിങ്കറാണ്, സൈഡാണ്. ആ പയ്യനാണ് ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾ. അതായത് ആ പയ്യൻ മനസ്സിലായോ, അതായത് ഒരു പയ്യൻ ഇതൊക്കെ സത്യമല്ലേ എന്ന് ചോദിക്കുന്ന പെണ്ണ് ലോജിക്കലായിട്ടുള്ള അതിൻ്റെ കൺക്ലൂഷൻസ് എന്തായിരിക്കും, അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, അതായത് അത് പ്രേതമല്ല, അത് ഇന്ന സൗണ്ടാണ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു ഇതാണ്. അതാണ് ഇവരുടെ ആ പോഡ്കാസ്റ്റിൻ്റെ ഒരു മെയിൻ തിങ്. അപ്പം ഈ 10 റെക്കോർഡിങ്സ് ഇതിൽ കാണിക്കാം.
ഇതിലിങ്ങനെ കേൾപ്പിക്കാം എന്ന് തീരുമാനിക്കും. അപ്പം റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ഹസ്ബൻഡും വൈഫിൻ്റെയാണ് വീട്ടിലൊക്കെ വെച്ചിട്ടുള്ളത്. അവർ ഇതേപോലെ വൈഫ് ഉറക്കത്തിൽ സംസാരിക്കും എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് രാത്രി റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ഓരോന്നായിട്ട് ഇവരിങ്ങനെ കേട്ടു തുടങ്ങും. ദൈവമേ! അപ്പോൾ ഓരോരോ റെക്കോർഡിംഗ് ആയിട്ട് പിന്നെ കേട്ട് വരുമ്പോൾ സംഭവം മൂഡ് മാറിക്കൊണ്ടേയിരിക്കും പടത്തിൻ്റെ. അതായത് ആ ഹൊറർ എലമെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പടത്തിൻ്റെ. ബേസിക്കലി ഈ പടത്തിൻ്റെ എനിക്ക് ഏറ്റവും ഡിസ്കസ് ചെയ്യേണ്ട കാര്യത്തിലോട്ടാണ് ഞാൻ വരാൻ പോണം. ഓക്കെ, ഇവർ ആക്ച്വലി ഈ പടം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാനും ഞാൻ ശരിക്കും പറഞ്ഞത് പേടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വോയിസ് ക്ലിപ്പിങ്ങിലാണ്. അതായത് വോയിസ് ക്ലിപ്പിങ്സ് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും ഇതെന്താ സംഭവം എന്നുള്ളത്, അവരുടെ കൂടെയുള്ള കോൺവെർസേഷനും. നമ്മുടെ ഫ്രണ്ടിലുള്ള ഫ്രെയിം എന്ന് പറയുന്നത് ഈ പെണ്ണ് കേട്ടോണ്ടിരിക്കണ മാത്രമാണ്. അപ്പം നമ്മളും അവരുടെ കൂടെ ഇത് കേട്ടോണ്ടിരിക്കുക, ഹെഡ്സെറ്റിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും കാണുന്നില്ല, എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാ സംഭവം. അതായത് ബേസിക്കലി ഹൊറർ പടങ്ങളിൽ ബേസിക്കലി ഒരു 90% ഹൊറർ പടങ്ങളിൽ ഇവർ മിസ് ഔട്ട് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഹൊറർ എലമെന്റ്, ഗോസ്റ്റ് ക്യാരക്ടറോ എന്താണെങ്കിലും പ്രേതമോ എന്താണെങ്കിലും ഇവരതൊന്ന് കാണിക്കും സ്ക്രീനിൽ. നമ്മളിപ്പം ഗോസ്റ്റ് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഗോസ്റ്റ് ആ സിനിമയിലെ ഒരു ക്യാരക്ടറായി മാറും. ഗോസ്റ്റ് അല്ലെങ്കിൽ ഹൊറർ എലമെന്റ് എൻറ്റിറ്റി എന്താണെങ്കിലും ഗോസ്റ്റിനെ കാണിക്കണവരെ സംഭവം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിലാണ് ഇത് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയ 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 ആയിട്ടുള്ള സൗണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങൾ കേട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വൺസ് ആ എൻറ്റിറ്റീനെ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ക്യാരക്ടറാവും, പിന്നെ അതങ്ങ് പോവും. ഈ ഇങ്ങനത്തെ പടങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി. ഭൂതകാലവും നമ്മൾ ഡിസറയിലും കാണിച്ചാൽ മതി, നോക്കിയാൽ മതി. ജംപ് സ്കെയർസും ഒരു ലിമിറ്റ് കഴിഞ്ഞ് കുറേ ജംപ് സ്കെയർസ് ഇട്ടാൽ അതങ്ങ് പോകും. നമ്മൾ പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പം വരും ഒരു ജംപ് സ്കെയർ, ഇപ്പോൾ ഒരു ജംപ് സ്കെയർ വരും, ഇപ്പോൾ ഒരു ജംപ് സ്കെയർ വരും. അപ്പം അതും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ്. അതും മാക്സിമം ഈ ഇടയ്ക്ക് വെച്ച് ജംപ് സ്കെയറിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻസ് വന്നു. അതിനാണ് ജംപ് സ്കെയർ പോലെ ക്ലീശയായി പോയത്. കോഞ്ചറിങ് 3യിലും പിന്നെ ആ സമയത്ത് ഇറങ്ങിയ കുറേ പടങ്ങളാണ്. ഈ സിനിമയിൽ ഇവർ എങ്ങനെയാ, ഇവരുടെ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. മൊത്തം സൗണ്ടിലാണ്, ആ റെക്കോർഡിങ്ങിലാണ് മൊത്തം കളി. അപ്പോൾ ആ റെക്കോർഡിങ്ങിൽ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കണമെന്ന് നമ്മുടെ മൈൻഡിൽ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കണം. എന്താ സംഭവിക്കണം അവിടെ, എന്താ സംഭവിക്കണം. ആക്ച്വലി ഇന്നേ വേ അത് ആ ലേഡി അത് കേൾക്കുകയാണോ, ആ ലേഡീൻ്റെ വീട്ടിൽ സംഭവിക്കുന്നതാണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ആവാനും. കാരണം ആ ലേഡിയും ഹെഡ്സെറ്റ് വെച്ചിരിക്കുക. അപ്പം ഹെഡ്സെറ്റ് വെച്ചാൽ കേട്ടോണ്ടിരിക്കണം. അപ്പം ഈ കേൾക്കുന്ന സൗണ്ടുകൾ യഥാർത്ഥത്തിൽ അവളുടെ വീട്ടിൽ നടക്കുന്ന കേൾക്കുന്ന സൗണ്ട് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ആക്ച്വലി അങ്ങനെ ഒരു എലമെൻറ്റ് ഇതിലുണ്ട്. ഈവിൾ ഡെഡ് ഈവിൾ ഡെഡ് സിനിമകളിൽ ഒരു സംഭവമുണ്ട്. ഇവർക്ക് ക്യാമറയും കൊണ്ടുപോയി, അതായത് എൻറ്റിറ്റീരെ POV എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാമറയും കൊണ്ട് പിറകെ പോകുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇതിലിട്ടിട്ടുണ്ട്. പോളി എന്ന് പറഞ്ഞാൽ പോളിയാണ് ആ സംഭവം. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ബേസിക്കലി എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഹൊറർ സിനിമ ഇത്രയും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. ഒട്ടും അതായത് ബഡ്ജറ്റും എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയ്ക്ക് അത്ര ബഡ്ജറ്റ് കാണുന്നു. ഭയങ്കര അകത്ത് കൺജസ്റ്റഡ് ആയിട്ടൊക്കെ ആയിട്ട് ഒരു സിനിമ എടുത്തിരിക്കുകയാണ് അവർ. ആൻഡ് ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആക്ച്വലി നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കും ഇതേപോലെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം ഇവർ ആ ഒരു ഐഡിയ വെച്ചിട്ടേ ചെയ്ത് കാണിച്ചു തന്നത് എങ്ങനെയാണ് ഹൊറർ ചെയ്യേണ്ടതെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് രാത്രി കണ്ട ആൾക്കാർ എന്തെങ്കിലും പേടിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് ആ പടത്തിലൊരു ഇത്തിരി ഇമേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പേടി വന്നു തുടങ്ങും. ഇതെന്താ സംഭവിക്കുന്നത്, എന്താ ഇത്. ഈവൻ നമുക്കിങ്ങനെ അതായത് ഓരോരോ ക്ലിപ്പ്, ഞാൻ പറഞ്ഞില്ലേ 10 ക്ലിപ്പ്, ഓരോരോ ക്ലിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും നമുക്കിങ്ങനെ ആദ്യം കറിക്കൊണ്ടിരിക്കും ഇനി എന്താ സംഭവിക്കാൻ, നമ്മൾ എന്താ സംഭവിക്കുന്നത്, ആ 10ാമത്തെ കേൾക്കും, ഇനി എന്തിന് കേൾക്കണം, നിർത്തിപ്പൊയ്ക്കൂടെ എന്നൊക്കെ നമുക്ക് പേടി വരും. ഓവറോൾ ഈ പടം നല്ല വർക്കായി. എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ഈ സിനിമ കാണണം. മൂവി പ്ലാറ്റ്ഫോമിൽ വരും എന്നാ പറയണ പടം. എൻ്റെ അടുത്ത് 2-3 ഫ്രണ്ട്സ് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അതിന് പരസ്യം ആരൊക്കെ ഇല്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും കാണുന്നില്ല. തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു പ്രതീക്ഷ എനിക്ക് ഇല്ല ഈ പടത്തിന്. കാരണം തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ നല്ല ആഗ്രഹിക്കുന്നുണ്ട് ഈ പടം. പക്ഷേ
ഇനി തോന്നില്ല ഇനി ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇനി വല്ല ഫിലിം ഫെസ്റ്റിവലിൽ ഇറങ്ങിയാൽ കൊള്ളാം. കുറേ കിടിലം ഹൊറർ ഡയറക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഒരു 4-5-6 പേരുണ്ട്. അവർ പുതിയ 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 കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട് ഹൊററിലോട്ട്. ആൻഡ് എന്തായാലും വലിയൊരു ചേഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള കിടില ക്ലാസിക് ആയിട്ടുള്ള പടങ്ങളാണ്. അതനുസരിച്ച് അതായത് കാലത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ആക്ച്വലി ഈ ഹൊറർ ജോണറും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവരിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദിസ് ഫിലിം ഇസ് ആക്ച്വലി ഇൻ ദാറ്റ് ലൈൻ. ഞാൻ വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ എന്തുകൊണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കണത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഹാങ് ഓൺ. ഓക്കെ, നിങ്ങൾ ഇപ്പം നോക്ക് സ്ക്രീനിലോട്ട് ഫുള്ളി ഇരുട്ടാണ്. ഒരു വല്ലാത്ത സൗണ്ട് കേട്ടില്ല ഇടയ്ക്ക് വെച്ച്. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എന്താ സാധനം എന്നുള്ള. അപ്പം അങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റ് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് പടം. നന്നായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഐ ഹാവ് സീൻ റീസെൻ്റ്ലി. നിങ്ങൾ എങ്ങനെയെങ്കിലും കാണാൻ നോക്കുക ഈ സിനിമ. കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ.